വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസിന്റെ അംഗീകാരം. ഇതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്ക് നീക്കം നിയമവിധേയമായി. കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർത്തിയായതിനെ തുടർന്നാണ് അനുമതി നൽകിയത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ അൻസാർ, സാങ്കേതികമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടി പൂർത്തിയാവുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അഖിൽ ഷാ? ശ്രീജിത്ത്, കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടത് ഈ അംഗീകാരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് 20 മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതിനെ തുടർന്നാണ് നിലവിൽ കസ്റ്റംസിന്റെ അംഗീകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, IT സംവിധാനങ്ങൾ, ഈ പ്രധാനപ്പെട്ട സർവർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ കസ്റ്റംസിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് അനുമതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുൾപ്പെടെ ലഭിക്കാനുള്ളത്. സർക്കാർ എന്തായാലും എത്രയും വേഗം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള നീക്കത്തിലുമാണ്. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.